പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തി പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി കവിഞ്ഞൊഴുകണമേ. നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന പഠനക്കളരിയിൽ 1064 എപ്പിസോഡാണ്. 1064. ഈ 1064 എപ്പിസോഡിലേക്ക് ഡയറക്റ്റ് നമ്മൾ കിടക്കുന്നതിന് മുൻപ് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുള്ള പോലെ പ്രാർത്ഥന എന്ന മഹാവിസ്മയം അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. ഇനിയാണ് വളരെ പ്രധാന ഒരു ബോധ്യം. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലുമായിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. ശ്രീയുള്ളവരെ, ഈ പ്രബോധനം വർഷങ്ങളായിട്ട് നമ്മൾ പ്രഘോഷിക്കുന്നതാണ്. ഒന്നുകൂടി പറയുകയാണ്, പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന്, നമ്മിൽ വസിക്കുന്ന ത്രിത്വം എന്ന് പറഞ്ഞാൽ പോരാ, പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും, ത്രിത്വം മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യം, നമ്മുടെ മനുഷ്യ ആത്മാവുമായിട്ടുള്ള പൂർണ്ണമായ ഐക്യമാണ് ദൈവരാജ്യത്തിലെ കൃപാവരം. ഓക്കെ, അതിനെക്കുറിച്ച് ഇനി വിശദീകരിക്കുന്നില്ല. നമുക്ക് തുടർന്ന് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള വരദാനങ്ങൾ തുറക്കണമേ, ഞങ്ങളിലുള്ള പ്രവചനവരം തുറക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ, എന്നാത്മാവിൽ പടരണമേ, എന്നാത്മാവിൽ പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് അമേരിക്കയിൽ ഡാലസിൽ വെച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വരദാന അഭിഷേക ധ്യാനത്തിൻ്റെ ദിവസങ്ങളിലാണിപ്പോൾ നമ്മൾ. പ്രവചനത്തിനായി കാതോർക്കാം, പ്രവചനത്തിനായി കാതോർക്കാം. ഹലബല 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 ഹലബല. ഉത്കൃഷ്ടമായ ദാനങ്ങൾക്കായി തീഷ്ണമായി അഭിലഷിക്കുമെന്നാണ് പൗലോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത്. പ്രവചനം. ഹലബല ഹലബല ഹലബല. പരിശുദ്ധാത്മാവേ, ഭാഷാപരത്തിലാണ് ഈ പ്രവചനം വരുന്നത്. തുടർന്ന് അതിന്റെ വ്യാഖ്യാനം. എന്റെ വാത്സല്യ ഭാജനങ്ങളെ, ഞാൻ സർവാധിപനാകുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളിൽ എന്റെ സർവാധിപത്യത്തിന്റെ പതാക ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾക്കെതിരെ വരുന്ന സകല അന്ധകാരങ്ങളെയും സകല പ്രലോഭനങ്ങളെയും ശത്രുവിന്റെ സകല ശക്തികളെയും ഞാൻ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അതാണ് എൻ്റെ സർവാധിപത്യം. ഞാൻ കീഴടക്കും എന്നല്ല, കീഴടക്കി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്
ഞാൻ സർവാധിപനായിരിക്കുന്നത്. ഇത് നിങ്ങൾ വിശ്വസിക്കുവിൻ. എങ്കിലും നിങ്ങളിലുള്ള ബലഹീനതകളും കഷ്ടതകളും സഹനങ്ങളും ഞാൻ അനുവദിക്കുന്നത് പരമമായ ശക്തി നിങ്ങളുടേതല്ല, എന്നിൽ നിന്നും മാത്രമാണെന്ന് നിങ്ങൾ എന്നും എന്നും ഓർക്കാനും അത് സ്വീകരിക്കാനും എന്റെ ശക്തിയിൽ വ്യാപരിക്കാനുമാകുന്നു. എന്റെ അത്യഗ്രാഹ്യമായ ശക്തി, ഉയർപ്പിന്റെ ശക്തി, സ്വർഗാരോഹണത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് ഞാൻ പ്രവഹിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോ ദിവസവും ഉപയോഗിക്കുവിൻ. വരദാനങ്ങളിലൂടെ, പ്രഘോഷണങ്ങളിലൂടെ, പ്രവചനങ്ങളിലൂടെ എന്റെ ശക്തിയുടെ പ്രവാഹമായി മാറുവിൻ. എന്റെ ശക്തിയുടെ നിലയ്ക്കാത്ത പ്രവാഹമായി മാറുവിൻ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഇതാ ഇപ്പൊ തന്നെ കാണുന്നത് ഒരാളുടെ ശക്തമായ തലവേദന തൊപ്പി തെറിക്കുന്ന പോലെ തെറിച്ചു പോകുന്നു. തലവേദന മാറുന്നു, പൂർണ്ണമായി മാറുന്നു. സർവാധിപനായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് സകല രോഗങ്ങളും സൗഖ്യപ്പെടുത്തുന്ന അവിടുത്തെ അത്ഭുത ശക്തി. അസ്ഥിയിൽ വേദനയുള്ള ഒരാളെ അസ്ഥി കാണിച്ചു തരുന്നുണ്ട്. അസ്ഥി കണ്ടിട്ട് കൈയിന്റെ അസ്ഥി ആയിട്ടാണ് തോന്നുന്നത്. അസ്ഥിയിൽ വേദന ഉള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. മറ്റൊന്ന് ശബ്ദമായിട്ടാണ് കേൾക്കുന്നത്. മൂലക്കുരുവിന്റെ അസുഖത്തിൽ നിന്ന് ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. മൂലക്കുരുവിന്റെ അസുഖത്തിൽ. ഈ 3 രോഗശാന്തികളും ഇപ്പോൾ കേട്ട പ്രവചനത്തിന്റെ കൺഫർമേഷനാണ്. പ്രവചനത്തിന്റെ കൺഫർമേഷൻ. ആ പ്രവചനം നിങ്ങൾ വീണ്ടും കേൾക്കണം. അപ്പോൾ നമ്മൾക്ക് അതിന്റെ കൂടുതൽ ആഴത്തിലേക്ക് മനസ്സിലാക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മൾ ക്ലാസ്സിലേക്ക് കയറുകയാണ്. 1202 നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 1202 അതൊരു പ്രാവശ്യം കൂടി വായിക്കുകയാണ്. ആരാധന വൈവിധ്യവും രഹസ്യത്തിന്റെ ഐക്യവും. നമ്മൾ ഇന്നലെ പഠിച്ചു 1201 ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. നമ്മൾക്കിടയിൽ പലർക്കും ചിന്തയുണ്ട്, എന്തിനാണ് ഇത്രയും റീത്തുകൾ? സീറോ മലബാർ റീത്ത്, മലങ്കര റീത്ത്, ലത്തീൻ റീത്ത്, അതുകൂടാതെ അങ്ങനെ ടോട്ടൽ സഭയിൽ 24 റീത്തുകളാണുള്ളത്. എന്തിനാണ് ഈ റീത്തുകൾ? അതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നത്, ആരെങ്കിലും ഇത് കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ടും അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുമാണ്. ക്രിസ്തു രഹസ്യം 1201. എവിടെയാണ് ഈ റീത്തുകളെ കുറിച്ച് പഠിപ്പിക്കുന്നത്? ഇതാണ് 1201. ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. ഈ റീത്തുകളുടെ ഉത്ഭവത്തിന്റെയും വികസനത്തിന്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്തിന് സാക്ഷ്യം വഹിക്കുന്നു. സഭകൾ അവയുടെ ആരാധനാ പാരമ്പര്യങ്ങൾ വിശ്വാസത്തിലും വിശ്വാസത്തിന്റെ കൂദാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ അവർ പരസ്പരം സമ്പന്നമാക്കുകയും പാരമ്പര്യത്തോടും സഭ മുഴുവന്റെയും പൊതു ദൗത്യത്തോടുമുള്ള വിശ്വസ്തതയിൽ വളരുകയും ചെയ്തു. വിശ്വസ്തതയിൽ. ഇത് നമ്മൾ 2 ദിവസം മുമ്പ് പഠിച്ചത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് 1202. വ്യത്യസ്തങ്ങളായ ആരാധനാ പാരമ്പര്യങ്ങൾ ഉടലെടുത്തത് സഭയുടെ ദൗത്യം മൂലം തന്നെയാണ്. അതാരും പ്രൈവറ്റായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. സഭയുടെ ദൗത്യം കണ്ടോ, സഭയുടെ ദൗത്യം. ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ ഒരേ ഭൂപ്രദേശങ്ങളിലുള്ള സഭകൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെ
ആ സംസ്കാരത്താൽ മുദ്രിതമായ സുവിശേഷ പ്രകാശനത്തിലൂടെ ആഘോഷിക്കാൻ ഇടയായി. അതാണ് സംസ്കാരം. ഇടയായി. വിശ്വാസ നിക്ഷേപത്തിന്റെ പാരമ്പര്യത്തിലും ആരാധനയുടെ പ്രതീകാത്മകതയിലും സഹോദരപരമായ സംസർഗത്തിന്റെ സംഘടനയിലും രഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള ദൈവശാസ്ത്രപരമായ ഗ്രഹിക്കലിലും വിശുദ്ധിയുടെ വിവിധ രൂപങ്ങളിലും ഒരു പ്രാദേശിക സഭയുടെ ആരാധനാ ജീവിതത്തിൽ സകല ജനതകളുടെയും പ്രകാശവും രക്ഷയുമായ ക്രിസ്തു ആ പ്രത്യേക ജനതയ്ക്കും സംസ്കാരത്തിനും വെളിവാക്കപ്പെടുന്നു. ആ ജനത്തിലേക്കും സംസ്കാരത്തിലേക്കുമാണല്ലോ ആ സഭ അയക്കപ്പെട്ടതും വേരുറച്ചതും. സഭ കാത്തോലികമാണ്. സംസ്കാരങ്ങളുടെ യഥാർത്ഥമായ എല്ലാ സമ്പന്നതകളെയും ശുദ്ധീകരിച്ചുകൊണ്ട് അവയെ തന്റെ ഐക്യത്തിൽ ശേഖരിക്കാൻ അവൾക്ക് കഴിവുണ്ട്. സാക്രോസാന്റം കൺസീലിയം പാരഗ്രാഫ് 4. ഇപ്പൊ ഞാൻ അമേരിക്കയിൽ വന്നിട്ട് ആദ്യം തന്നെ മേടിച്ച ഒരു നിധി, ഇത് അമേരിക്കയിൽ പെട്ടെന്ന് കിട്ടും. ഒരു ദിവസം ഓർഡർ ചെയ്താൽ അടുത്ത ദിവസം കിട്ടും. അത് വത്തിക്കാൻ കൗൺസിലിന്റെ 4 അപ്പസ്തോലിക പ്രബോധനങ്ങളാണ്. 4 എണ്ണം. 3 ഇപ്പം എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളൂ. ഒന്ന് ലൂമൻ ജെൻഷ്യം. 2 ഗൗഡിയം എറ്റ് സ്പെസ്. 3 സാക്രോസാന്റം കൺസീലിയം. ഈ ഡൈവർബം വന്നിട്ടില്ല, 2 ദിവസത്തിനകത്ത് വരും. ഈ 4 പ്രമാണരേഖകൾ ഈ 2000 വർഷത്തെ സഭയുടെ നയിക്കലിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണരേഖകളാണ്. ഇത് ഡോഗ്മാറ്റിക് ടീച്ചിങ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ പറയണത്. വേണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് എഴുതിയിട്ടില്ല. ലൂമൻ ജെൻഷ്യം, ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ചർച്ച് ഓൺ ദ ചർച്ച്. ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി പ്രഖ്യാപിച്ചപ്പോൾ ഈ ജൂബിലി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ജൂബിലി കൂടിയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി 2ാം വത്തിക്കാൻ സൂനകദോസ് കഴിഞ്ഞിട്ട് 60 വർഷമായ ജൂബിലിയാണ്. 1965 സൂനകദോസ് അവസാനിച്ചത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞത് 2025. ഇവിടെ ഞാൻ ഇതിനകത്തെ 2 വരി മാത്രം വായിക്കുകയാണ്. ലൂമൻ ജെൻഷ്യത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് സഭ ഒരു കൂദാശയാണെന്നുള്ളതാണ്. സഭ Christ is the light of nations. Because this is so, the sacred synod gathered together in the Holy Spirit eagerly desires by proclaiming the gospel to every creature to bring the light of Christ to all men, a light brightly visible on the countenance of the church, since the church is in Christ like a sacrament. സഭ ക്രിസ്തുവിൽ ഒരു കൂദാശയാകുന്നു. ഇവിടെ ഇപ്പൊ തന്നെ വായിച്ച സാക്രോസാന്റം കൺസീലിയത്തിൽ 4ാമത്തെ ഖണ്ഡിക. ഞാനിത് അധികം വായിക്കുന്നില്ല. നിങ്ങളിത് വായിക്കാൻ വേണ്ടിയിട്ട്, ഇതിന്റെ രുചി പകരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സഭയോടൊത്ത് ചിന്തിക്കുകയും സഭാ മക്കൾ ആയ നമ്മൾ സഭാ മാതാവിന്റെ അമ്മിഞ്ഞപ്പാൽ കുടിച്ച് വളരണം. 4. Lastly, in faithful obedience to tradition, the Sacred Council declares that the Holy Mother Church holds all lawfully acknowledged rights to be of equal right and dignity. Praise the Lord. The Sacred Council, അതായത് വത്തിക്കാൻ കൗൺസിലിനെ എപ്പോഴും വിളിക്കുന്ന സേക്രഡ് കൗൺസിൽ എന്നാണ്, declares that the Holy Mother Church holds all lawfully acknowledged rights. അതായത് സഭയിലെ
24 റൈറ്റുകൾ ടു ബി ഓഫ് ഈക്വൽ റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി, that she wishes to preserve them in the future and to foster them in every way. അതാണ് അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ അത് ആ ട്രഡീഷൻ സൂക്ഷിക്കണമെന്നാണ് സഭയുടെ പ്രബോധനം. The council also desires that where necessary the rites be revised carefully in the light of sound tradition. എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ അത് ആ വിശുദ്ധ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആകാവൂ. And that they be given new vigor to meet the circumstances and needs of the modern times. Okay. അപ്പം എൻ്റെ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന, നമ്മൾ ഈ കാറ്റക്കിസം പഠിക്കുന്ന നിങ്ങളെല്ലാവരും ഈ കാലയളവിൽ ഈ 4 ഡോക്യുമെന്റുകളും, ഇത് മലയാളത്തിൽ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. വാട്സപ്പിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. 00919447196033. ഇത് മലയാളത്തിൽ PDF ആയിട്ട് ഞാൻ ഓരോരുത്തർക്കും വേണ്ടി അയച്ചു തരാം ആവശ്യമുള്ളവർക്ക്. ഇത് നിങ്ങൾ പഠിക്കണം, ഇത് വായിക്കണം, പഠിക്കണം. അരുൺ അച്ഛൻ്റെ ക്ലാസ്സുകൾ കേൾക്കണം. അതിലിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാക്രസാൻഡം കൺസീലിയത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ പറയുന്നതിൻ്റെ രഹസ്യങ്ങൾ മുഴുവനും ഇതിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ചിലർ ചോദിക്കുന്നത്, ആരാണ് ബ്രദറെ ഈ കാറ്റക്കിസം എഴുതി ഉണ്ടാക്കിയത്? അതൊരാളല്ല ഉണ്ടാക്കണത്, അത് സഭയുടെ പ്രബോധന അധികാരത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നുണ്ടാവുന്നതാണത്. എന്തോ ഒരു അഗ്രാഹ്യമായ ഒരു രഹസ്യമാണത്. നമ്മൾ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഈ വിശ്വാസ രഹസ്യങ്ങൾ മനസ്സിലാകാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ ദൗർഭാഗ്യമാണത്. എനിക്ക് ദൈവം തന്ന വലിയൊരു അനുഗ്രഹം, ഈ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് ആദ്യമായി പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും എനിക്ക് അത്ഭുതകരമായിട്ട് റോമിൽ നിന്ന് ഒരു കോപ്പി സമ്മാനമായിട്ട് കിട്ടുകയും ഞാൻ അത് നിലത്ത് വയ്ക്കാതെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഇത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ ഞാൻ വളരെയധികം അതിനുവേണ്ടി പരിശ്രമിച്ചു. അത് നിങ്ങൾക്കറിയാം. അങ്ങനെ അത് മലയാളത്തിൽ പ്രസിദ്ധീകരിപ്പിച്ചു. ഇതിൻ്റെ പ്രകാശന സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് എന്നെ ക്ഷണിച്ചു. എനിക്ക് ഒരു പതിപ്പ് തന്നിട്ടാണ് കർദിനാൾ തിരുമേനി ഇത് പ്രകാശനം ചെയ്തത്. പിതാവ് എന്നെ വളരെയധികം അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. തോമസ് പോളെ, എനിക്കറിയാം നീ സഭാപ്രബോധനങ്ങൾക്ക് ഏറ്റവും വില കൊടുക്കുന്നു, അങ്ങനെ തന്നെ ചെയ്യുക. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഈ സഭാപ്രബോധനങ്ങൾ പഠിക്കുമ്പോൾ നമ്മളങ്ങ് അത്ഭുതപ്പെടുകയാണ്. 2000 വർഷത്തെ ഈ പാരമ്പര്യത്തിൽ നിന്നുണ്ടായ അഗ്രാഹ്യമായ ഈ ജ്ഞാനം 35 വർഷമായിട്ട് ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ അകത്ത് ഉള്ള ആ വ്യാപ്തി. എന്നിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. നമ്മുടെ അറിവ് എള്ളോളമേ ഉള്ളൂ, എന്നാൽ ഒരു കടലോളം നമുക്കറിയാനുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ പറയണത് ഈ അടുത്ത സെന്റൻസിനെ എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല. വിശ്വാസ നിക്ഷേപം. പാരമ്പര്യത്തിലും ആരാധനയുടെ പ്രതീകാത്മകതയിലും, അതാണ് പാരമ്പര്യത്തിലും ആരാധനയുടെ പ്രതീകാത്മകതയിലും. ഇതെപ്പോഴും ചോദിക്കും, ഇതെന്ത് ഈ പാരമ്പര്യം എന്ന് പറയണതെന്ന് പലരും ചോദിക്കുമ്പോൾ എനിക്ക് എളുപ്പം പറയാനുള്ള ഒന്ന്, നമ്മുടെ
അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള അല്ലയോ തിയോഫിലോസ്, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ, കണ്ടോ, ആ 40 ദിവസം പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. ഇത് മരിച്ച ആളെ, മരിച്ച് ശവമടക്കി കഴിഞ്ഞ ഒരാള് നമ്മുടെ അടുത്ത് വന്നിരുന്ന് പഠിപ്പിക്കുകയാണെന്ന്. 40 ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരെ പഠിപ്പിച്ചു. ഈ രഹസ്യങ്ങളാണ് വിശ്വാസ നിക്ഷേപം, വിശ്വാസ പാരമ്പര്യം. വിശ്വാസ പാരമ്പര്യം ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ്. എമ്മാവുസിലേക്ക് പോയപ്പോൾ ഈശോ അവരോട് വചനം വ്യാഖ്യാനിച്ചു. അതൊക്കെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അതിനുശേഷം അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. അപ്പമെടുത്ത് വാഴ്ത്തി, സ്തോത്രം ആലപിച്ച് വാഴ്ത്തി ആശീർവദിച്ചു. അപ്പൊ ഈ ആശീർവദിച്ചു എന്ന് പറഞ്ഞേ എഴുതിയിട്ടുള്ളൂ. എന്താണ് ആശീർവാദ പ്രാർത്ഥന? അതാണ് നമ്മുടെ കുർബാനയിലുള്ള പല പ്രാർത്ഥനകളും. അത് വിശദമായിട്ട് അവിടെ എഴുതിയിട്ടില്ല. ആശീർവദിച്ചു എന്ന് എഴുതിക്കണം. ഏത് വാക്കുകൾ പറഞ്ഞാണ് ആശീർവദിച്ചത്, അതാണ് പിന്നീട് വിശുദ്ധ പാരമ്പര്യമായി വരുന്നത്. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങളുടെ പാപമോചനത്തിനായി ഞാൻ നൽകുന്ന എൻ്റെ ശരീരമാകുന്നുണ്ടോ. ആശീർവാദ പ്രാർത്ഥനയുടെ ഭാഗമാണത്. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം ആർക്കും മാറ്റാൻ പാടില്ല, പാറ്റാൻ പറ്റില്ല. അതിലൊരു വാക്കോ പുള്ളിയോ മാറാനും പാടില്ല. അതാണ് വിശുദ്ധ പാരമ്പര്യം. അതാണ് ഇപ്പം സാക്രസാൻഡം കൺസീലിയത്തിൽ 4-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ കേട്ടത്. ഇത് ദ ഫെയ്ത്ത്ഫുൾ ഒബീഡിയന്റ് ടു ട്രഡീഷൻ. നമ്മൾ ഈ പാരമ്പര്യത്തിന് അനുസരണയോടെ നിൽക്കണം. The Sacred Council declares the Holy Mother Church holds all lawfully acknowledged rights to be of equal right and dignity. ലത്തീൻ സഭ, സീറോ മലബാർ സഭ, മലങ്കര സഭ, ബൈസന്റൈൻ സഭ, ഗ്രീക്ക് കാത്തലിക് സഭ, അംഗങ്ങൾ സംഖ്യയിൽ ഇതിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഓരോ സഭയ്ക്കും തുല്യ അധികാരമാണ് കർത്താവ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അതിൻ്റെ എല്ലാം അടിസ്ഥാന തത്വം പാരമ്പര്യത്തിലും ആരാധനയുടെ പ്രതീകാത്മകതയിലുമാണ്. പ്രതീകാത്മകത. ഞാൻ ഗ്രീക്ക് കാത്തലിക്കിന്റെ കുർബാന കൂടാൻ ഇടയായി ഒരു കഴിഞ്ഞ വർഷം. അവിടെ ഒരു പ്രതീകാത്മകത അവിടെ കാണുന്നത് അവരുടെ ഉപയോഗിക്കുന്ന ധൂപക്കുറ്റി. അച്ഛൻ തന്നെയാണ് ധൂപക്കുറ്റി വീശണത്. ആ ധൂപക്കുറ്റി തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്, ഒരു പ്രത്യേകമാണ്. അപ്പൊ ഞാനത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒരിക്കൽ കൂടി പറയാണ്. ധൂപക്കുറ്റിയിലെ 3 ചങ്ങലകൾ സ്ത്രീത്വത്തിന്റെ പ്രതീകമാണ്, പ്രതീകാത്മകത. അതിൻ്റെ നടുക്ക് വരുന്ന 4-ാമത്തെ ചങ്ങല അത് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ മേൽത്തട്ട് പൊക്കുന്നത്. അത് യേശുവിൻ്റെ മനുഷ്യാവതാരമാണ്.
ധൂപക്കുറ്റിയുടെ കീഴ്ത്തട്ട് ലോകവും മേൽത്തട്ട് സ്വർഗവുമാണ്. ആ കീഴ്ത്തട്ടിൽ ഉള്ള കരി വിമോചനത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യവംശമാണ്. ആ കരിക്കട്ടയുടെ അകത്തുള്ള തീക്കട്ട വിശുദ്ധാത്മാവാണ്. അതിലേക്ക് ഇടുന്ന കുന്തിരിക്കവും ഇതെല്ലാം ദൈവജനവും സഭ മുഴുവനും പിതാവിലേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥനകളാണ്. ആ 4 ചങ്ങലകളിലും ഉള്ള 3 മണികൾ വലിയ മണികളാണ്. ആ മണികൾ 12 അപ്പസ്തോലന്മാരാണ്. അതിനകത്ത് 1 മണി പേട്ടയായിരിക്കും. അപ്പൊ ഇത്രയും വെച്ചുകൊണ്ടാണ് ഓരോ പ്രത്യേക ശുശ്രൂഷയ്ക്കും ഗ്രീക്ക് കാത്തലിക് അവർ ഈ ധൂപാർപ്പണം നടത്തുകയും പ്രത്യേക രീതിയിൽ അതിനെ കിലുക്കി അതിനെ ആട്ടി ഇതൊക്കെ ചെയ്യുന്നു. അതിൽ വലിയ പ്രതീകാത്മകതയാണ്. ഇത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. സിറോ മലബാർ ലിറ്റർജിയിലും ഈ ധൂപക്കുറ്റി എല്ലായിടത്തും ഒന്നുപോലെയാണെങ്കിലും ഗ്രീക്ക് കാത്തലിക്കുകാർ ഈ ധൂപക്കുറ്റി ഉപയോഗിക്കണമാതിരി മറ്റൊരു ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പ്രതീകാത്മകതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ സീറോ മലബാർ സഭയിലെ പ്രതീകാത്മകതയിലെ ഒരു പ്രധാന ഭാഗമാണ് ഈശോയുടെ മാമോദീസ സമയത്ത് നാം സർവാധിപനായ കർത്താവേ എന്ന് പാടുമ്പോൾ ദേവാലയത്തിന്റെ മധുബഹായിലെ വിരി നീങ്ങുന്നു, മധുബഹ പ്രകാശിതമാകുന്നു, ധൂപാർപ്പകൻ മധുബഹായിലേക്ക് പ്രവേശിക്കുന്നു. അത് സ്വർഗം തുറക്കുന്നതിന്റെ പ്രതീകമാണ്. എന്തു മനോഹരമാണത്. അപ്പോ അങ്ങനെ ഓരോ പ്രാർത്ഥനയിലും ഇപ്പോ സീറോ മലബാറിലെ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു, മിശിഹ കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ. ഈ ഗാനം ആലപിക്കുമ്പോൾ ഇവിടെ അപ്പവും വീഞ്ഞുമാണ് വൈദികൻ കാസയിലും പീരാസയിലും പിടിച്ചിരിക്കുന്നത്. അത് യേശുവിന്റെ ശരീരമായിട്ടില്ല എന്നാണ് പലരും പറയണത്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഈ സമർപ്പിക്കുന്ന കുർബാന ആർക്ക് വേണ്ടിയാണ്? മനുഷ്യവംശത്തിന് മുഴുവനും വേണ്ടിയാണ്. മനുഷ്യവംശം മുഴുവനും എവിടെയാണ്? ഇപ്പോൾ മനുഷ്യവംശം മുഴുവനും യേശുവിന്റെ മനുഷ്യാവതാരത്തിലൂടെ യേശുവിന്റെ ശരീരത്തിലാണ്. ആ യേശുവിന്റെ ശരീരത്തെ തന്നെയാണ് അർപ്പിക്കുന്നത്. മിശിഹ കർത്താവിൻ തിരുമൈ നിണവുമിതാ. അപ്പൊ ഈ തിരുമൈ നിണവും ഈശോ ബലി അർപ്പിക്കുന്നു. ആ ബലി അർപ്പണത്തിന്റെ പൂർത്തീകരണത്തിലാണ് ഉയർപ്പും സ്വർഗാരോഹണമൊക്കെ ഉണ്ടാവുന്നത്. ആ അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ആ സ്ഥാനത്ത് വേറെ ഒരു പാട്ടും പാടിയാൽ ലിറ്റർജി പൂർണ്ണമാവുന്നില്ല. ലിറ്റർജിയിലെ പ്രധാന ഒരു ആരാധനാ ഗീതമാണത്. ഒന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ അവസ്ഥ. ഇവിടെ അമേരിക്കയിൽ ഒരു പള്ളിയിൽ വെച്ച് ഞാൻ ധ്യാനം നടത്തുമ്പോൾ ഗായക സംഘം ഇത് പാടിയില്ല. അതിന് പകരം വേറെ ഒരു ലോക്കൽ പാട്ട് പാടി. അപ്പം ഞാൻ കുർബാന കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അതെന്താ സഹോദരൻ അത് പാടാഞ്ഞേ? അതിനിപ്പോൾ ഈശോയുടെ ശരീരവും രക്തവും ആയില്ലല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, അപ്പം ഈ പുസ്തകത്തിൽ എഴുതിയേക്കേണ്ടതും ഇതുണ്ടാക്കിയതും വിഡ്ഢികളാണോ? നിനക്ക് അതിനേക്കാൾ കൂടുതൽ ജ്ഞാനമുണ്ടോ? അല്ല, പറയൂ സാറേ. പറയാം. ഇവിടെ മിശിഹ കർത്താവിൻ തിരുമൈ നിണവും എന്നിവിടെ പറയുന്നത് മനുഷ്യാവതാരത്തിലൂടെ പാപികളായ നമ്മളെല്ലാവരെയും തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ആ ശരീരമാണ് ഇവിടെ അർപ്പിക്കുന്നത്. അത് വലിയ കാര്യമാണല്ലോ. കണ്ടോ? അത് മനസ്സിലായപ്പോൾ അവൻ ആവേശമായി പറഞ്ഞു, ഒരിക്കലും ഞാനത് മാറ്റില്ല, ഞാനത് തന്നെ പാടുള്ളൂ.
അപ്പൊ നമ്മൾ ഈ ആരാധനാക്രമത്തിലുള്ള ഈ പ്രതീകാത്മകത മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ പാടിയ സമയം കഴിച്ചു കുർബാനേൽപ്പിക്കും. അതുപോലെ രണ്ടാമത്തെ ഉയർത്തൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. അതിന് പകരം വേറെ എന്ത് പാടാൻ പറ്റും? അതും തക്സയിലുള്ള ആ ഗാനം ലിറ്റർജിക്കൽ സോങ് ആണ്. അത് മാത്രമേ പാടാവൂ. അപ്പൊ ഇതൊക്കെ സാക്രസാൻഡം കൺസീലിയത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാക്രസാൻഡം കൺസീലിയത്തിൽ 17ാമത്തെ ഖണ്ഡികയിലാണ് തോന്നുന്നു, ഈ ലിറ്റർജിക്കൽ കാര്യങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ ആർക്കും ഒരു അധികാരമില്ല. അതിനൊരു കോമ്പിറ്റന്റ് അതോറിറ്റി ഉണ്ട് സഭയിൽ. റിസർവ് ബാങ്കിലെ ഒരു പുതിയ നോട്ട് ഇറക്കണം, അതിനൊരു കോമ്പിറ്റന്റ് അതോറിറ്റിയാണ് അത് ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലില്ല ഞങ്ങൾക്ക് അത് വേണ്ട, ഞങ്ങൾ ഇത്രയും നാൾ ഉപയോഗിച്ച നോട്ട് മതി. അപ്പോ സഭയിൽ ഓരോന്നിനും ഒരു ആധികാരിക കോമ്പിറ്റന്റ് അതോറിറ്റി ഉണ്ട്. അവരെ ആരംഭം മുതൽ സഭയിലുള്ള നവീകരണത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇതെല്ലാം പറയാനുള്ള കാരണം ഒറ്റ വാക്കാണ്: പാരമ്പര്യവും ആരാധനയുടെ പ്രതീകാത്മകതയും. കാറ്റഗിസം പഠിക്കുമ്പോൾ ഇത്രയും വിശദമായിട്ട് പഠിക്കണം. സഹോദരപരമായ സംസർഗത്തിന്റെ സംഘടനയിൽ ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തപ്പോ എന്തുകൊണ്ടാണ് ഒരു വീട്ടിൽ നിന്ന് തന്നെ സഹോദരരെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്? പത്രോസും അന്ത്രയോസും, യോഹന്നാനും യാക്കോബും. എന്തുകൊണ്ടാ എന്ന് സഭാപിതാക്കന്മാർ പറയുന്നത്, സഭയുടെ അടിസ്ഥാനം സഹോദര സ്നേഹത്തിൽ പണിതുയർത്താൻ വേണ്ടിയാണ്. സഹോദര സ്നേഹത്തിൽ. കാരണം ആദിമാതാപിതാക്കളുടെ ആദ്യത്തെ സന്താനങ്ങൾ കായേനും ആബേലും, അവരിൽ സഹോദര സ്നേഹം വറ്റി വരണ്ടു. അവർ പരസ്പരം ശത്രുതയിലായി. ഇതാ ചേട്ടൻ അനുജനെ കൊന്നു. ഇതിനെ തിരിച്ചു പിടിക്കുകയാണ് കർത്താവ്. ഇത് തിരിച്ചു പിടിക്കുകയാണ് കർത്താവ്. അതാണ് 133 സങ്കീർത്തനത്തിൽ പാടുന്നത്: സഹോദരർ ഒന്നിച്ചു വസിക്കുന്നത് എത്ര ആനന്ദപ്രദമാണ്. എന്നിട്ടാണ് അഹരോന്റെ തലയിൽ നിന്നും താടിയിലേക്ക് ഇറങ്ങി കഴുത്തിന്റെ പട്ടയിലൂടെ അങ്കിയിലേക്ക് ഒഴുകുന്ന അഭിഷേക തൈലം പോലെയാണത്. സഹോദരൻ ഒന്നിച്ചു വസിക്കുന്നതേ. അപ്പോ സഹോദരർ ഒന്നിച്ച് വസിക്കുന്നതാണ് സഭ. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്ന് അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ. ഈ ബലിയർക്കുണ്ട് ഒരുമയോടെ. ഒരുമ. സഹോദരർ ഒന്നിച്ച് വസിക്കുന്നത് എത്ര ഒരുമയോടെ ആയിരിക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാം ഇതങ്ങ് പെട്ടെന്നുണ്ടാകണമെന്നില്ല. പക്ഷേ നമ്മൾ പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായത് അസ്തമിക്കും. സഭ എന്ന് പറയുന്നത് ആ ഒരുമയാണ്. ആ ഒരുമയ്ക്ക് ലംഘനം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യണ്ട്? അഭിഷേകമുണ്ടോ? അപ്പോ ഇവിടെ നമുക്ക് തുടരാം. സഹോദരപരമായ സംസർഗത്തിന്റെ സംഘടനയിലും ഈ രഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള ദൈവശാസ്ത്രപരമായ ഗ്രഹിക്കലിലും അതാണ്. ദൈവിക രഹസ്യങ്ങളെ നമുക്കാർക്കും വ്യാഖ്യാനിക്കാനുള്ള ദൗത്യം തന്നിട്ടില്ല. സഭയ്ക്ക് അതിനൊരു വ്യാഖ്യാനമുണ്ട്. ദൈവശാസ്ത്രപരമായ ഗ്രഹിക്കലിലും
രഹസ്യങ്ങളെ സംബന്ധിച്ച്, ഇപ്പോ മനുഷ്യാവതാര രഹസ്യം, മാമോദീസ രഹസ്യം, ഓരോന്നിനും രഹസ്യം. നമ്മൾ കൊന്ത ചെല്ലുമ്പോഴും നമ്മൾ പറയും സന്തോഷത്തിന്റെ ഈ ആദ്യത്തെ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. സർവ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ധ്യാനിക്കണില്ല. അവിടെ പറയണില്ലേ, ഈ സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അപ്പൊ ആ രഹസ്യങ്ങളാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ വിസ്മരണീയ കാര്യങ്ങൾ, മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ. അത് ദൈവശാസ്ത്രപരമായി സഭയുടെ ആരംഭകാലം മുതൽ നൽകിയിട്ടുള്ളതാ. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പുസ്തകം ഇതാണ്, കറ്റേന ഔറയ, സഭാപിതാക്കന്മാരുടെ ബൈബിൾ വ്യാഖ്യാനമാണിത്. ബൈബിൾ വ്യാഖ്യാനം ഇതൊക്കെ നമുക്ക് ഈ കാലത്ത് കിട്ടും. അത് വാങ്ങി വായിക്കണം, പഠിക്കണം. ദൈവശാസ്ത്രപരമായ ഗ്രഹിക്കലിലും വിശുദ്ധിയുടെ വിവിധ രൂപങ്ങളിലും. അതാണ് വിശുദ്ധി നമുക്ക് ലഭിക്കണമെങ്കിൽ സഭയിൽ അതിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്, അഥവാ കൂദാശകളുണ്ട്. മാമോദീസ വിശുദ്ധിയുടെ ഏറ്റവും പ്രധാന കൂദാശയാണ്. സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, കുമ്പസാരം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ദൈവം തന്നിട്ട് അത് ഉപയോഗിക്കാതെ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വിശുദ്ധി കിട്ടും? ഇനി പറയുകയാണ്, ഒരു പ്രാദേശിക സഭയുടെ ആരാധനാ ജീവിതത്തിൽ സകല ജനതകളുടെയും പ്രകാശവും, അതാണ് സകല ജനത, ലൂമൻ ജൻഷ്യം, സകല ജനതകളുടെയും പ്രകാശം, ലൂമൻ പ്രകാശം, ജനത ജൻഷ്യം, സകല ജനതകളുടെയും പ്രകാശവും രക്ഷയുമായ ക്രിസ്തു ആ പ്രത്യേക ജനതയ്ക്കും സംസ്കാരത്തിനും വെളിവാക്കപ്പെടുന്നു. ക്രിസ്തു വെളിവാക്കപ്പെടുന്നു. ഈ കാറ്റക്കിസത്തിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യേശു ക്രിസ്തു നമ്മുടെ സഹോദരനാണ്. അപ്പൊ അന്ന് തന്നെ ചിലർ അതെന്താ അങ്ങനെ പറയുന്നത്, യേശു ക്രിസ്തു ദൈവമല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം 469 പറയുന്നത്, 469 പറയുകയാണ്, തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റുപറയുന്നു. തൻ്റെ ദൗത്യത്തിലും കർത്തൃത്വത്തിലും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഒരു ചേട്ടായി ഉണ്ട്, ഒരു സഹോദരനുണ്ട്. ആരാണത്? ദൈവപുത്രനും അത്യുന്നത പ്രവാചകനും അത്യുന്നത പുരോഹിതനും രാജാതിരാജനും കർത്താവും മിശിഹായും രക്ഷകനും. ആ ആൾ നമ്മളെ സംബന്ധിച്ച് സ്വന്തം കുടുംബം പോലെ ഒരുമിച്ച് വസിക്കുന്ന നമ്മുടെ സഹോദരനാണ്. അപ്പൊ ഇതാണ് സകല ജനതകളുടെയും രക്ഷയായ ക്രിസ്തു ആ പ്രത്യേക ജനതയ്ക്കും സംസ്കാരത്തിനും വെളിവാക്കപ്പെടുന്നു. 1076 കാറ്റക്കിസത്തിൽ പറയുന്നുണ്ട്, എക്കണോമി ഓഫ് സാൽവേഷൻ. അതായത് ഈശോ മരിക്കുന്നതിന് മുൻപ്, ഈശോ ബലി അർപ്പിച്ച് മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കൃപാവരത്തിന് എങ്ങനെ വിതരണം ചെയ്യണോ. എക്കണോമി എന്ന് പറഞ്ഞാൽ വിതരണ ശൈലി. ഇപ്പൊ ഇവിടെ അപ്പോത്തിക്കെ, ഫാർമസി എന്ന് പറഞ്ഞാൽ മരുന്ന് വിതരണം ചെയ്യുന്ന സംവിധാനത്തിലാണ്. റേഷൻ കട പ്രൊവിഷൻസ് വിതരണം ചെയ്യുന്നു. പെട്രോൾ പമ്പ്, ലോകമെമ്പാടും പെട്രോൾ പമ്പിൽ കിട്ടുള്ളൂ, വേറെ എവിടെയും പോയാൽ കിട്ടില്ല.
ദാറ്റ് ഈസ് ദ എക്കണോമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോൾ. എന്ന പോലെ ഈശോ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് നൽകിയ രക്ഷയെ വിതരണം ചെയ്യുന്നതിനുള്ളൊരു ശൈലി ആദ്യം ഉണ്ടാക്കി. അതാണ് വൈദിക പട്ടവും വിശുദ്ധ കുർബാനയും. അതിൻ്റെ വിതരണ ശൈലി. അതുകൊണ്ട് ഓരോ ഏരിയയിലും നമുക്കൊരു പെട്രോൾ പമ്പ് പോലെ ഫ്രീ ആയിട്ട് പെട്രോൾ തരുന്നു. അതാണ് കത്തോലിക്ക സഭയുടെ ഓരോ ദേവാലയങ്ങളും. എന്നാൽ അത് യേശുക്രിസ്തു പദ്ധതി ചെയ്തതനുസരിച്ചിട്ടാണ്. ദാറ്റ് ഈസ് കോൾഡ് എക്കണോമി ഓഫ് സാൽവേഷൻ. 1076 കണ്ണിയാണ്. ആ എക്കണോമി ഓഫ് സാൽവേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 3 കാര്യങ്ങൾ: വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. ഡിസ്പെൻസറി. വിശുദ്ധ കുർബാന ഡിസ്പെൻസ് ചെയ്യണം, വിതരണം ചെയ്യണം. എന്ത് മനോഹരം അല്ലേ? അപ്പം ഇതെല്ലാം ഈ ഓരോ പാരമ്പര്യത്തിലും വ്യത്യസ്ത രീതിയിലാണ്. ഇപ്പം മലങ്കര കുർബാനയിലും ബൈസന്റൈൻ കുർബാനയിലും നമ്മൾ ഉപയോഗിക്കണ മാതിരി പുളിപ്പ് ഇല്ലാത്ത അപ്പമല്ല അവർ ഉപയോഗിക്കണേ. അവർ പുളിപ്പുള്ള അപ്പമാണ് ഉപയോഗിക്കണേ. എന്നിട്ട് ആ പുളിപ്പുള്ള അപ്പം കഷ്ണമാക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. കുർബാന ആരംഭിക്കുമ്പോൾ വൈദികൻ ആദ്യം ആ അപ്പം എടുത്ത് മുറിച്ച് കുരുകുരുന്ന് കഷ്ണമാക്കിയിട്ട് അത് കുർബാന മധ്യത്തിൽ തിരുരക്തത്തിൽ ചേർക്കുന്നു, അല്ലെങ്കിൽ വീഞ്ഞും അപ്പവും ഒന്നാക്കുന്നു. എന്നിട്ട് ഒരു ചെറിയ സ്പൂണ് കൊണ്ട്, ഒരു ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഒരു സ്പൂണ് കൊണ്ട് ഈ തിരുരക്തവും തിരുശരീരവും കോരി നമ്മൾ ഓരോ വ്യക്തിയുടെയും പേര് പറഞ്ഞിട്ട് നമ്മളുടെ അധരത്തിലേക്ക് വെച്ച് തരുന്നു. തോമസ് പോളെ, യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും പാപമോചനത്തിനും നിത്യരക്ഷയുമായി തോമസ് പോളിന് നൽകപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ട തോമസ് പോളിന് നൽകപ്പെടുന്നു. ഇങ്ങനെയാണ് മലങ്കര. ബൈസന്റൈനിൽ അപ്പോൾ ഇങ്ങനെ ഈ ആരാധനാ ക്രമത്തിലെ വൈവിധ്യങ്ങൾ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണെങ്കിലും അതിൻ്റെ അന്തരാർത്ഥത്തിൽ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം നമ്മൾ പുളിപ്പില്ലാത്ത അപ്പമാണ് ലത്തീൻ ആരാധനാക്രമത്തിലും സീറോ മലബാറിലും നമ്മൾ സ്വീകരിക്കുന്നത്. അതും ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞു, നിങ്ങൾ പുളിപ്പാൻ നോക്കി നിൽക്കരുത്, ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ഇവിടുന്ന് വിടണം. പുളിപ്പുള്ള അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ രാവിലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പറ്റില്ല, ഇപ്പം തന്നെ നിങ്ങൾ 15 മിനിറ്റ് കൊണ്ട് ഈ അപ്പം ഉണ്ടാവും, പുളിപ്പില്ലാത്ത അപ്പം. അർജൻസി, ഉടനെ നീങ്ങണം. അപ്പം ആ ഒരു സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് പുളിപ്പില്ലാത്ത അപ്പം. പുളിപ്പുള്ള അപ്പം എന്ന് പറയുന്നത് സമയത്തിന്റെ അവസ്ഥയിലല്ല, യേശുവിന്റെ ജീവനാണ് പുളിപ്പ്. ഫരിസേയരും നിയമജ്ഞരും എല്ലാം പല ആരാധനകളും നടത്തി. എന്നാൽ ആ ആരാധനയൊന്നും ക്രിസ്തുവില്ലാത്ത ആരാധനയാണ്. ക്രിസ്തുവിന്റെ പേരെ അവർ പറയുന്നില്ല. ക്രിസ്തുവാണ് പുളിപ്പ്. അപ്പൊ അങ്ങനെ ആ ആരാധനാക്രമത്തിൽ ഉള്ള ഈ വ്യത്യാസങ്ങളെ നമ്മൾ മനസ്സിലാക്കി സ്വീകരിക്കുമ്പോഴാണ് നമ്മൾക്ക് വിശ്വാസത്തിലും വളരാൻ സാധിക്കുന്നത്. പ്രകാശവും രക്ഷയുമായ ക്രിസ്തു ആ പ്രത്യേക ജനതയ്ക്ക് സംസ്കാരത്തിനും വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. ആ ജനത്തിലേക്ക്, സംസ്കാരത്തിലേക്കുമാണല്ലോ ആ സഭ അയക്കപ്പെട്ടത്, വേരുറച്ചതും. സഭ കാത്തോലികമാണ്. സംസ്കാരങ്ങളുടെ യഥാർത്ഥമായ എല്ലാ സമ്പന്നതകളെയും ശുദ്ധീകരിച്ചുകൊണ്ട് അവയെ തൻ്റെ ഐക്യത്തിൽ ശേഖരിക്കാൻ അവൾക്ക് കഴിയുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നലെ പഠിച്ച കാര്യങ്ങളുടെ റിപ്പീറ്റേഷനായി കുറേ കൂടി വിശദീകരണമായി ഇന്ന്
തുടർന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് 814 ഈ 1202 സൈഡ് പാരഗ്രാഫാണ്. 814 ദൈവത്തിന്റെ ദാനങ്ങളുടെയും അവ സ്വീകരിക്കുന്ന വ്യക്തികളുടെയും വൈവിധ്യത്തിൽ നിന്നുണ്ടാകുന്ന വലിയ ഒരു നാനാത്വം ആരംഭം മുതൽ ഏകമായ ഈ സഭയ്ക്കുണ്ടായിരുന്നു. ദൈവത്തിന്റെ ദാനങ്ങളുടെയും അവ സ്വീകരിക്കുന്ന വ്യക്തികളുടെയും വൈവിധ്യത്തിൽ നിന്നുണ്ടാകുന്ന വലിയ ഒരു നാനാത്വം. ഇതിന്റെ സബ് ഹെഡിങ് സഭ ഏകമാകുന്നു, സഭയുടെ ഐക്യത്തിന്റെ വിശുദ്ധ രഹസ്യം എന്നാണ്. ആരംഭത്തിൽ ഏകമായ ഈ സഭയ്ക്കുണ്ടായിരുന്നു. ദൈവജനത്തിന്റെ ഏകത്വത്തിനുള്ളിൽ ജനതകളുടെയും സംസ്കാരങ്ങളുടെയും നാനാത്വം ഒന്നിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നു. സഭയുടെ അംഗങ്ങൾക്കിടയിൽ വിവിധ ദാനങ്ങളും അവസ്ഥകളും ജീവിത രീതികളുമുണ്ട്. സഭയുടെ കൂട്ടായ്മയിൽ ശരിയായ സ്ഥാനം സൂക്ഷിച്ചുകൊണ്ട് തന്നെ സ്വന്തമായ പാരമ്പര്യങ്ങളെ നിലനിർത്തുന്ന വ്യക്തിസഭകളുമുണ്ട്. ഇത്തരം വൈവിധ്യത്തിന്റെ മഹത്തായ സമ്പന്നത സഭയുടെ ഏകത്വത്തിന് വിരുദ്ധമല്ല. എന്നാൽ പാപവും അതിൻ്റെ അനന്തരഫലങ്ങളുടെ ഭാരവും നിരന്തരം ഐക്യത്തിന്റെ ദാനത്തിന് ഭീഷണിയാവുന്നുണ്ട്. അതുകൊണ്ട് സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കുവിൻ എന്ന് ക്രിസ്ത്യാനികളോട് ആഹ്വാനം ചെയ്യാൻ അപ്പസ്തോലൻ നിർബന്ധനായിരിക്കുന്നു. ഇനി 1674 പൊതുജനഭക്തി കൗദാശികമായ ആരാധനയ്ക്കും കൂദാശ കൽപ്പകങ്ങൾക്കും പുറമെ വിശ്വാസികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഭക്തകൃത്യങ്ങളുടെയും പൊതുജനഭക്തിയുടെയും രൂപങ്ങളെയും മതബോധന പരിഗണിക്കേണ്ടതുണ്ട്. ക്രൈസ്തവരുടെ മതാത്മകത സഭയുടെ കൗദാശിക ജീവിതത്തോട് സംബന്ധിച്ചുള്ള വിവിധ ഭക്ത്യാഭ്യാസത്തിലൂടെ എപ്പോഴും പ്രകാശിതമായിട്ടുണ്ട്. ഉദാഹരണത്തിന് തിരുശേഷിപ്പ്, വന്ദനം, വിശുദ്ധ സ്ഥല സന്ദർശനങ്ങൾ, തീർത്ഥാടനങ്ങൾ, പ്രദക്ഷിണങ്ങൾ, കുരിശിന്റെ വഴി, മതപരമായ നൃത്തങ്ങൾ, ജപമാല, മെഡലുകൾ മുതലായവ. ഓക്കെ, ഇനി തുടർന്ന് 1937 ഈ വ്യത്യാസങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഓരോരുത്തരും തനിക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്നും സുവിശേഷമായ താലന്തുകൾ ലഭിച്ചിട്ടുള്ളവർ അവയുടെ പ്രയോജനങ്ങൾ അവ ആവശ്യമുള്ളവരുമായി പങ്കുവെക്കട്ടെ എന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഈ വ്യത്യാസങ്ങൾ ഔദാര്യവും ദയയും വസ്തുവകകളുടെ പങ്കുവെക്കലും പരിശീലനത്തിന് വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും മിക്കപ്പോഴും ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. സംസ്കാരങ്ങളെ പരസ്പരം ധ്യാനിക്കുന്നതിന് ഇവ പ്രോത്സാഹിപ്പിക്കുന്നു. വിശുദ്ധ കത്രീന, സിയനയിലെ കത്രീനയുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഞാൻ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ സുഹൃതങ്ങൾ വിതരണം ചെയ്യുന്നത്? അവയെല്ലാം കൂടി ഞാൻ ഓരോ വ്യക്തിക്കും നൽകുന്നില്ല. എന്നാൽ ഒരാൾക്ക് ചിലതും ഒരാൾക്ക് താൻ പ്രത്യേക വിധം സ്നേഹം നൽകുന്നു, മറ്റൊരാൾക്ക് നീതി നൽകുന്നു, ഒരാൾക്ക് വിനയം നൽകുന്നു, മറ്റൊരാൾക്ക് സജീവ വിശ്വാസം നൽകുന്നു. ആത്മീയവും ശാരീരികവുമായ വളരെയേറെ വരങ്ങളും കൃപകളും ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾ പരസ്പര സ്നേഹം പരിശീലിക്കാൻ നിർബന്ധിതരാകേണ്ടതിന് ഞാൻ എല്ലാം ഒരാൾക്ക് മാത്രമായി നൽകാതെ വലിയ വ്യത്യാസത്തോടെയാണ് നൽകിയിരിക്കുന്നത്. ഒരാൾക്ക് മറ്റൊരാളെ ആവശ്യമുണ്ടായിരിക്കണമെന്നും എന്നിൽ നിന്ന് അവർ സ്വീകരിച്ചിട്ടുള്ള കൃപകളും ദാനങ്ങളും വിതരണം ചെയ്യുന്നതിൽ
അവർ എൻ്റെ ശുശ്രൂഷകരായിരിക്കണമെന്നും ഞാൻ മനസ്സായി. പ്രൈസ് ദ ലോർഡ്. നമുക്കിപ്പോൾ ഇവിടെ നിർത്താം. ദൈവത്തിന് നന്ദി പറയാം. ഇത്രയും വിശദമായിട്ട് നമുക്കിത് പഠിക്കാൻ സാധിച്ചു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തുതി.